വെൽക്കം ടു മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ക്ലാസ്സസ്. ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ആണ്. അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ പേർപ്പസിനാണ് ആ ഒരു അൽഗോരിതം ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. So decision tree is a supervised learning technique that can be used for both classification and regression problems, but mostly it is preferred for solving classification problem. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഡാറ്റാ സെറ്റിൽ ക്ലാസിഫിക്കേഷൻ ഒരു റിഗ്രഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ we can use decision tree algorithm concept. അപ്പം മെയിൻലി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഥവാ നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റാ സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ അതിലുള്ള റോസിനൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം, ഏതെങ്കിലും ഒരു ലേബലിലേക്ക് ക്ലാസിഫൈ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം യൂസ് ചെയ്യാം. ഇത് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ട്രീ സ്ട്രക്ചേർഡ് ക്ലാസിഫയർ ആണ് ഇത്. ഇറ്റ് ഇസ് എ ട്രീ സ്ട്രക്ചേർഡ് ക്ലാസിഫയർ where internal nodes represent the features of the data set, branches represent the decision rules and each leaf node represents the outcome. അഥവാ നമ്മൾക്ക് ഒരു ട്രീ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ, ഈ രീതിയിൽ ബ്രാഞ്ചസ് ആയിട്ട് വരുന്ന ഇതിനെയാണ് നമ്മൾ ട്രീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ റൂട്ട് നോഡ്. ഈ ലീഫ് നോഡ് എന്ന് പറഞ്ഞാൽ എൻഡിൽ വരുന്ന നോഡിനെയാണ് നമ്മൾ ലീഫ് നോഡ് എന്ന് പറയാം. അപ്പൊ ഈ ലീഫ് നോഡാണ് നമ്മുടെ ഔട്ട്കം, ഏത് ക്ലാസ്സിലേക്ക് അതിനെ അപ്ലൈ ചെയ്യണം, ഏതിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതിന്റെ റിസൾട്ട് ആണ് ലീഫ് നോഡ് കാണിക്കുന്നത്. ഇവിടെ ഡിസിഷൻ റൂൾസ്, ഡിസിഷൻ ഫീച്ചേഴ്സ് ആണ്. ബ്രാഞ്ചസ് റെപ്രസെന്റ് ദ ഡിസിഷൻ റൂൾസ്. ഈ ഒരു ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ആ ഡിസിഷൻ റൂൾസ് ആണ്. ഇതിപ്പോ മേ ബി ഇപ്പൊ I<1 ആണെങ്കിൽ ഇങ്ങോട്ട്, greater>1 ആണെങ്കിൽ ഇങ്ങോട്ട്, അങ്ങനെയുള്ള ഡിസിഷൻ റൂൾസ് ആണ് നമ്മൾ ബ്രാഞ്ചസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റേണൽ നോഡ്സ് റെപ്രസെന്റ് ദ ഫീച്ചേഴ്സ്. ഈ നോഡ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാറ്റാ സെറ്റിൽ വരുന്ന കോളം വൈസിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ടാവുമല്ലോ, അതിപ്പോ എന്താണോ ആ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ റൂട്ട് നോഡ് അല്ലെങ്കിൽ ഇന്റേണൽ നോഡ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഡിസിഷൻ ട്രീ മേക്ക് ചെയ്യുക. അവസാനം നമുക്കത് നമ്മുടെ ഔട്ട്പുട്ട്, നമുക്ക് വേണ്ടത് ഒരു ക്ലാസിഫിക്കേഷൻ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീച്ചർ സെലക്ഷൻ ആണോ, നമുക്കൊരു ഫീച്ചർ സെലക്ഷന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളിനാണ് ഞാൻ ഇവിടെ ഡാറ്റാ സെറ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഡാറ്റാ സെറ്റിൽ നമ്മൾക്ക് ഇത് എന്തെങ്കിലും രീതിയിലേക്ക് ഒരു ക്ലാസിഫൈ ചെയ്യണം, അങ്ങനെ റിഗ്രഷൻ അപ്ലൈ ചെയ്യണം, അതിലൊക്കെ നമുക്ക് ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം യൂസ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫീച്ചർ സെലക്ഷന് വേണ്ടിയിട്ട് എങ്ങനെ ഈ ഒരു ഡിസിഷൻ ട്രീ അൽഗോരിതം യൂസ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് എ വീഡിയോ ഓൺ ഡിസിഷൻ ട്രീ ദാറ്റ് ഈസ് ഓൺലി ഫോർ ക്ലാസിഫിക്കേഷൻ. നമുക്ക് ക്ലാസിഫിക്കേഷന് ഡിസിഷൻ ട്രീ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നത് ഓൾറെഡി മേക്ക് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ഡിസിഷൻ ട്രീ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതാണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു ഡാറ്റാ സെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇതിപ്പോ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ കോളത്തിനെയാണ് നമുക്ക് വേണമെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയാം. ഇപ്പൊ അക്കൗണ്ട് നമ്പർ ഉണ്ട്, അക്കൗണ്ട് നെയിം ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഒരു കാറ്റഗറി ഉണ്ട്, ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ്, എക്സാക്ട് ഫുൾ പ്രൈസ്, ഡേറ്റ്. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അനാലിസിസ് പർപ്പസിലേക്ക് പോകണമെങ്കിൽ മേ ബി നമുക്ക് ഫീച്ചർ സെലക്ഷൻ ആവശ്യമായിട്ട് വരും. ഏത് സെലക്ട് ചെയ്യണം, അത് എപ്പോ സെലക്ട് ചെയ്യണം, ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ആ രീതിയിൽ നമ്മൾ ഫീച്ചർ സെലക്ഷന് ഡിസിഷൻ ട്രീ അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ ട്രീ സ്ട്രക്ചർ അല്ലെ, നമ്മളൊരു ട്രീ സ്ട്രക്ചർ ക്ലാസിഫയർ ആണ് ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. അപ്പൊ അതിൽ എന്തുണ്ടായിരിക്കും, ഡിസിഷൻ നോഡ് ഉണ്ടായിരിക്കും, ലീഫ് നോഡ് ഉണ്ടായിരിക്കും. ഡിസിഷൻ നോഡ് എന്ന് പറഞ്ഞാൽ അതിൽ റൂട്ട് നോഡ് വരാം, ഇന്റേണലി ഇൻ ബിറ്റ്വീൻ വരുന്ന നോഡ്സും വരാം. തുടങ്ങുന്ന ഏത് നോഡാണോ അതിനെയാണ് നമ്മൾ റൂട്ട് നോഡ് എന്ന് പറയുന്നത്. സോ ഡിസിഷൻ നോഡ്സ് ആർ യൂസ്ഡ് ടു മേക്ക് എനി ഡിസിഷൻ ആൻഡ് ഹാവ് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്. അപ്പൊ ഇത് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി, ഒരു ഡിസിഷന് സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ തരും. അതിന്റെ ബേസിൽ ആ നോഡിന്റെ വാല്യൂവിന്റെ ബേസിലോ എന്തെങ്കിലും ഒരു കാറ്റഗറിയുടെ ബേസിലോ നമുക്ക് അതിനെ ബ്രാഞ്ചസിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലീഫ് നോഡിലേക്ക് എത്തും. ആ ലീഫ് നോഡാണ് ആക്ച്വലി നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിഫയർ, അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്കാണോ എത്താൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമ്മൾ എത്തുന്നത്. Leaf nodes are the output of those decisions and do not contain any further branches. Leaf node ശേഷം പിന്നെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഒരു ഡിസിഷനിലേക്ക് എത്തി എന്നതാണ്. ഓക്കെ,
ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ട്രീ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന അൽഗോരിതമാണ് ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. ക്ലിയർ? നമ്മൾക്ക് ഡിസിഷൻ ട്രീ അൽഗോരിതത്തിൽ വരുന്ന മെയിൻ ടേംസുകളെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം. സോ റൂട്ട് നോഡ് is from where the decision tree starts. It represents the entire data set which further get divided into two or more homogeneous sets. Leaf node means are the final output node and the tree cannot be segregated further after getting a leaf node. കാരണം നമ്മൾ ലാസ്റ്റിലേക്ക് എത്തി, ഒരു ഡിസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സ്പ്ലിറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിംഗ് ദ ഡിസിഷൻ നോഡ് ഓർ റൂട്ട് നോഡ് ഇൻ ടു സബ് നോഡ്സ് അക്കോർഡിംഗ് ടു ദ ഗിവൺ കണ്ടീഷൻ. ഇവിടെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു ട്രീ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ഇതിനൊരു സബ് ട്രീ ആക്കി മാറ്റാം. അതുപോലെ ചിലപ്പോൾ ഡിസിഷൻ ട്രീ നമ്മൾക്ക് ഒരു നോഡിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം വരാം. നമ്മൾക്കൊരു കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ടിലേക്ക് എത്തണമെങ്കിലൊക്കെ ഒരു റൂട്ട് നോഡിനെയോ ഒരു ഡിസിഷൻ നോഡിനെയോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ബ്രാഞ്ചസ് ഓർ സബ് ട്രീ എന്ന് പറഞ്ഞാൽ ട്രീ ഫോംഡ് ബൈ സ്പ്ലിറ്റിംഗ് ദ ട്രീ. നമുക്ക് ട്രീ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫോം ചെയ്യുന്ന ഒരു ചെറിയ ട്രീനെയാണ് നമ്മൾ സബ് ട്രീ എന്ന് പറയുന്നത്. പ്രൂണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിംഗ് ദ അൺവാണ്ടഡ് ബ്രാഞ്ചസ് ഫ്രം ദ ട്രീ. നമ്മൾക്കിപ്പോൾ ഒരു ഫീച്ചർ സെലക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഓരോ ഫീച്ചേഴ്സ് ആണ്. ഇപ്പൊ ഫീച്ചർ 1, ഫീച്ചർ 2, ഫീച്ചർ 3, ഫീച്ചർ 4 അങ്ങനെ പോകുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫീച്ചർ സെലക്ഷൻ വർക്കിംഗ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രീ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സബ് ട്രീ നമുക്ക് എടുക്കാൻ പറ്റും. അതിലുണ്ട് എല്ലാ വർക്കിങ്ങും, എല്ലാ ആ ഡാറ്റാ സെറ്റിന്റെ ബിഹേവിയറും അതിൽ തന്നെ നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് ഈ നോഡിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാം, ഇതിനെ മാത്രം സെലക്ട് ചെയ്യാം അല്ലെ. അപ്പോൾ ഡിസിഷൻ ട്രീ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫീച്ചർ സെലക്ഷൻ എങ്ങനെ ചെയ്യാം എന്നതിന് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഡിസിഷൻ ട്രീ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, പ്രൂൺ ചെയ്യാം, അഥവാ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്തതിനെ കളയും. അതിനെയാണ് നമ്മൾ പ്രൂണിങ് എന്ന് പറയാ. പാരന്റ് ഓർ ചൈൽഡ് നോഡ് നമുക്കറിയാം, റൂട്ട് നോഡിനെ നമുക്ക് പാരന്റ് നോഡ് എന്ന് പറയാം, അതിന്റെ ചൈൽഡ് നോഡ്. ആ രീതിയിലാണ് നമ്മൾ ആ ഒരു നോഡിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ റൂട്ട് നോഡാണ്, ഇതിന്റെ 2 ചൈൽഡാണ് ഈ 2 ഡിസിഷൻ നോഡ്. അപ്പൊ ഈ 2 ഡിസിഷൻ നോഡിന്റെ പാരന്റ് നോഡാണ് ഈ ഡിസിഷൻ നോഡ് എന്ന് പറയാം. അതുപോലെ ഇതിന്റെ പാരന്റ് നോഡാണ്, അല്ലെങ്കിൽ ഈ ലീഫ് നോഡിന്റെ പാരന്റ് നോഡാണ് ഈ ഡിസിഷൻ നോഡ് എന്ന് പറയാം. ഇത്രയാണ് നമ്മുടെ ഡിസിഷൻ ട്രീയുടെ അണ്ടറിൽ വരുന്ന ബേസിക് ടേംസുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഡിസിഷൻ ട്രീ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. So step 1 is begin the tree with the root node says which contains the complete data set. നമ്മളെ കംപ്ലീറ്റ് ഡാറ്റാ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന പാകത്തിനുള്ള ഒരു മെയിൻ നോഡിനെ, മൊത്തം ഡാറ്റാ സെറ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു നോഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫൈൻഡ് ദ ബെസ്റ്റ് ആട്രിബ്യൂട്ട് ഇൻ ദ ഡാറ്റാ സെറ്റ് യൂസിങ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ്. ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രീതിയിൽ നമുക്ക് ഏത് ആട്രിബ്യൂട്ടിനെ ആദ്യം സെലക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. ഡിവൈഡ് ദ എസ് ഇൻടു സബ്സെറ്റ് ദാറ്റ് കണ്ടെയ്ൻ പോസിബിൾ വാല്യൂസ് ഫോർ ദ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സ്. അതാണ് സ്റ്റെപ്പ് 3. അങ്ങനെ സെലക്ട് ചെയ്തതിന്റെ ബ്രാഞ്ചസിലേക്ക് അതിന്റെ ബാക്കിയുള്ളത് എന്ന രീതിയിൽ നമ്മളിങ്ങനെ അടുത്തത് ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ജനറേറ്റ് ദ ഡിസിഷൻ നോഡ് വിച്ച് കണ്ടെയ്ൻസ് ദ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സ്. അതിൽ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമ്മൾ അതിൽ ഏതാണ് ബെസ്റ്റ് ആട്രിബ്യൂട്ട്, അഥവാ നമ്മൾ ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് ഏതാണ് ബെസ്റ്റ് ആട്രിബ്യൂട്ട് അതായിരിക്കും പിന്നെ ആ റൂട്ട് നോഡിന്റെ ഒരു ചൈൽഡ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ആ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഡിസിഷൻ എടുത്തുകൊണ്ട് പോകുന്നത്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. സ്റ്റെപ്പ് 5 is recursively make new decision trees using the subset of data set created in step 3. Continues this step until a stage is reached where you cannot further classify the nodes and call the final node as a leaf node. അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യാനില്ല, ഒരു ഔട്ട്കമ്മിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അത് വരുന്നത് വരെ നമ്മളിങ്ങനെ ആട്രിബ്യൂട്ട്സ് സെലക്ഷനും ഇങ്ങനെ ചെയ്തുകൊണ്ട് ആ ഒരു ലീഫ് നോഡിലേക്ക് നമ്മൾ എത്തും. ഇങ്ങനെയാണ് ഡിസിഷൻ ട്രീ അൽഗോരിതം വർക്ക് ചെയ്യാം. അപ്പൊ അത് ഇപ്പൊ നോക്കൂ, അതിന്റെ ഒരു ട്രെയിനിങ് എക്സാമ്പിൾ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് നമ്മൾക്ക് വന്നിരിക്കുന്ന ഡിസിഷൻസ് ആണത്. അപ്പൊ ആ വന്നിരിക്കുന്ന ഓപ്ഷൻസുകളാണത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസിഷൻ ട്രീ മേക്ക് ചെയ്തോടെ. അപ്പൊ ഇവിടെ സാലറി
അപ് ടു 80,000 50 to 80 ആണെങ്കിൽ വി ആർ ആക്സെപ്റ്റിംഗ് ദ ഓഫർ, ആ ഒരു ലെവലിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഡിക്ലൈൻഡ് ഓഫർ. ഇനി ഓഫേഴ്സ് നിയർ ടു ഹോം ആണെങ്കിൽ യെസ്, പ്രൊവൈഡ് ക്യാബ് ഫെസിലിറ്റി യെസ്, ദെൻ ഓൺലി വി ആർ ആക്സെപ്റ്റഡ് ദ ഓഫർ. അപ്പൊ ഇതാണ് നമ്മുടെ ലീഫ് നോഡ്, അഥവാ നമ്മുടെ ഔട്ട്കം എത്തി, ഒന്നുകിൽ ആക്സെപ്റ്റ് അല്ലെങ്കിൽ ഡിക്ലൈൻ. അപ്പൊ ഇൻ ബിറ്റ്വീൻ വരുന്ന ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ റൂട്ട് നോഡ്. ഇതൊക്കെ നമ്മുടെ ഇൻ ബിറ്റ്വീൻ വരുന്ന നോഡ് ചൈൽഡ് നോഡ്സ് ഓർ ഡിസിഷൻ നോഡ്സ് എന്ന് പറയാം. ക്ലിയർ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഡാറ്റാ സെറ്റിനെ ഇങ്ങനെ മേക്ക് ചെയ്യുമെന്ന് നോക്കാം. അപ്പൊ ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ ആണ്. നമുക്കിവിടെ ഏജ് ഉണ്ട്, ഇൻകം ഉണ്ട്, സ്റ്റുഡന്റ് ഉണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ബൈസ് കമ്പ്യൂട്ടർ, അഥവാ കമ്പ്യൂട്ടർ മേടിക്കുന്നുണ്ടോ മേടിക്കുന്നില്ലേ, അഥവാ യെസ് നോ, ആ രീതിയിലുള്ള ഒരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസിഷൻ ട്രീ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് നോഡ് വേണം. അപ്പൊ റൂട്ട് നോഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം നമ്മുടെ റൂട്ട് നോഡ്. പക്ഷെ ഏതെടുക്കും, നമ്മൾക്ക് ആദ്യം കാണുന്നത് എടുക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെത്തേഡ് ഉണ്ട് അവിടെ. ആട്രിബ്യൂട്ട് സെലക്ഷൻ മെത്തേഡ് അത് നമ്മൾ ഇൻഫർമേഷൻ ഗെയിൻ എന്നൊക്കെ പറയും. അത് വെൽ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് ഉണ്ട്, ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ ജസ്റ്റ് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ കാണാം. ഇതൊരു ഓവർവ്യൂ മാത്രമാണ് ഇവിടെ വരുന്നത്. അതിന്റെ കറക്റ്റ് വർക്കിംഗ് ഞാൻ 2 വീഡിയോയിലായിട്ട് വേറെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആ ആട്രിബ്യൂട്ട് സെലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു വാല്യൂ കിട്ടും. അപ്പൊ അതിൽ കറക്റ്റ് വാല്യൂ ഏതാണോ, ഏത് ആട്രിബ്യൂട്ട്സിനാണ് മോർ ഇമ്പോർട്ടന്റ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ദ ആട്രിബ്യൂട്ട് സെലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏജ് ആണെന്ന് കിട്ടി. അപ്പൊ ഈ ഏജ് വെച്ചിട്ട് ഇനി ഏജിൽ വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ ബ്രാഞ്ചസ് ആക്കി തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 വന്നിട്ടുണ്ട്, 30 to 40 വന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ 40, അങ്ങനെ മൂന്ന് കണ്ടീഷൻസ് ആണ് വന്നത്. അപ്പൊ അത് 3 നമ്മൾ ബ്രാഞ്ച് ആയി കൊടുക്കുന്നു. എന്നിട്ട് അതിൽ നമ്മുടെ ഇൻകം, നമ്മുടെ ഔട്ട്പുട്ട്, ആക്ച്വൽ ഔട്ട്പുട്ട് എന്താണ്, കമ്പ്യൂട്ടർ മേടിച്ചോ മേടിച്ചില്ലേ, അപ്പൊ അതിന്റെ ഇതിൽ നമ്മളത് കാറ്റഗറി ചെയ്തു നോക്കും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കും. അപ്പൊ അത് യെസ് ഓർ നോ വരികയാണെങ്കിൽ യെസും നോ, ഇപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ഇവിടെയും 2 നോ ഉണ്ട്, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 നോ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 യെസ് ഉണ്ട്. അഥവാ ഏജ് 30-നേക്കാളും കുറവ് 30 വരെ ആണെങ്കിൽ കമ്പ്യൂട്ടർ മേടിക്കുന്ന ഉറപ്പില്ല. അത് വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഇന്ന ഏജ് ഉള്ളവർ കമ്പ്യൂട്ടർ മേടിച്ചിട്ടുണ്ട് എന്ന ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല ഈ ഒരു ഡാറ്റാ സെറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ യെസ് ഓർനോ കൊടുക്കാൻ പറ്റിയ ലീഫ് നോഡിലേക്ക് എൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത ആട്രിബ്യൂട്ടിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ എല്ലാ വാല്യൂസും ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ 31 to 40 ആണെങ്കിൽ 31 to 40 യെസ് ആണ്, ഇവിടെയും 31 to 40 യെസ് ആണ്, ഇവിടെയും യെസ് ആണ്. അപ്പൊ ഈ ഒരു ഡാറ്റാ സെറ്റ് വെച്ചിട്ട് ഏജ് 31 to 40 ആണെങ്കിൽ യെസ്, കമ്പ്യൂട്ടർ എന്തായാലും മേടിച്ചിട്ടുണ്ട് എന്നൊരു ഡിസിഷനിലേക്ക് എത്താം ഈ ഡാറ്റാ സെറ്റ് വെച്ചിട്ടോ. അതൊരു ഫുൾ കൺസെപ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. അപ്പൊ നമ്മൾ ഇവിടെ ലീഫ് നോഡിലേക്ക് നമ്മൾ എൻഡ് ചെയ്തു യെസ്, അഥവാ ഏജ് 31 to 40 ആണെങ്കിൽ ബൈസ് കമ്പ്യൂട്ടർ കണ്ടീഷൻ ഇസ് യെസ്. ഓക്കെ, പക്ഷെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30യും ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിലും അത് വേറെ എന്തിനൊക്കെയോ ബാധിക്കുന്നുണ്ട്. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30യുടെ റോ നോക്കുമ്പോൾ എല്ലാം നോയോ അല്ലെങ്കിൽ എല്ലാം യെസ്സോ അല്ല, കുറച്ച് നോയുണ്ട്, കുറച്ച് യെസ് ഉണ്ട്. അപ്പൊ അത് വേറെ എന്തിനോ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അടുത്തത് നോക്കുക. അപ്പൊ നമ്മൾ ഏജ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാനുള്ളത് ഇൻകം, സ്റ്റുഡന്റ്, ക്രെഡിറ്റ് റേറ്റിംഗ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആട്രിബ്യൂട്ട് സെലക്ഷൻ മെത്തേഡ് എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ രീതിയിൽ ഏത് ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പൊ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇനി സ്റ്റുഡന്റ് സെലക്ട് ചെയ്യാം എന്നാണ്. അപ്പൊ ഈ സ്റ്റുഡന്റിലേക്ക് വരും. ഇനി ആ സ്റ്റുഡന്റിലും വാല്യൂസ് കിടക്കുന്നത് യെസ് നോ ആണ്. അപ്പൊ ഇവിടെ ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏജ് എല്ലാ ഏജിന്റെയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ നോട്ട് ചെയ്തു. അഥവാ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 മൊത്തം ഇവിടെ ചെക്ക് ചെയ്യും, 31 to 40 ഇവിടെ ചെക്ക് ചെയ്യും, ഗ്രേറ്റർ ദാൻ 40 ഇവിടെ ചെക്ക് ചെയ്യും. അഥവാ നമ്മൾ ഈ ഹോൾ ഡാറ്റാ സെറ്റിനെ ഇയാൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 സ്റ്റുഡന്റിന്റെ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അഥവാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 1 2 3 4 5 5 റോ വരുന്ന ചെറിയ ഡാറ്റാ സെറ്റിനെയാണ് ഇനി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതില് യെസും നോയും വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30യും സ്റ്റുഡന്റ് നോയും ആണെങ്കിൽ, അഥവാ സ്റ്റുഡന്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിച്ചിട്ടില്ല. ഓക്കെ, 30 കുറവുള്ള ആൾക്കാർ സ്റ്റുഡന്റ് ഒന്നും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിച്ചിട്ടില്ല. അപ്പൊ 30 ഇടയിലുള്ള 30 വരെ ഏജുള്ള ആൾക്കാർ യെസ് ആണെങ്കിൽ
അപ്പോൾ യെസ് ആണെങ്കിൽ ഇവിടെ സ്റ്റുഡൻ്റ് ആണ്, സ്റ്റുഡൻറ് യെസ് ആണ്, കമ്പ്യൂട്ടർ മേടിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡൻറ് നോയാണ്, കമ്പ്യൂട്ടർ മേടിച്ചിട്ടില്ല. ഇവിടെയും സ്റ്റുഡൻറ് യെസ് ആണ്, കമ്പ്യൂട്ടർ മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏജിന്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 സ്റ്റുഡന്റ് ആയവരെല്ലാവരും യെസ് കാറ്റഗറിയിലാണ് വരുന്നത്. നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും അല്ലേ? ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 വരുന്ന എല്ലാ സ്റ്റുഡൻസും കമ്പ്യൂട്ടർ മേടിക്കുന്നുണ്ട്. ആ ഏജ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡന്റ് അല്ലാത്തവർ കമ്പ്യൂട്ടർ മേടിക്കുന്നില്ല അക്കോർഡിംഗ് ടു ദിസ് ഡാറ്റ സെറ്റ്. ഓക്കെ, ജനറൽ ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ ഇവിടെ നമ്മൾ ഓൾറെഡി ഡിസിഷനിലേക്ക് എത്തി. ഇനി അപ്പോൾ നമ്മൾക്ക് ബാക്കി എല്ലാം നോക്കി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 സ്റ്റുഡന്റ് വെച്ചപ്പോൾ തന്നെ നമുക്ക് എല്ലാം കറക്റ്റ് ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റി. അപ്പം പിന്നെ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രേറ്റർ ദാൻ 40 എന്ത് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അത് ഇനിയിപ്പോൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ ഡിസിഷൻ എടുക്കാൻ പോകണം. അപ്പൊ ഇൻകം ഉണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ വീണ്ടും ആട്രിബ്യൂട്ട് സെലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് സെലക്ട് ചെയ്യാന്നുള്ള ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വി ആർ മേക്കിംഗ് ദിസ് ക്രെഡിറ്റ് റേറ്റിംഗ് ആസ് എ ഡിസിഷൻ നോഡ് ഹിയർ. അങ്ങനെ ഡിസിഷൻ നോഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ആക്കിയാൽ ക്രെഡിറ്റ് റേറ്റിംഗിൽ ഏതൊക്കെ വാല്യൂസ് വരുന്നുണ്ട്? ഫെയർ വരുന്നുണ്ട്, എക്സലന്റ് വരുന്നുണ്ട്. ക്രെഡിറ്റ് റേറ്റിംഗ് ഗ്രേറ്റർ ദാൻ 40 എന്ന് പറഞ്ഞാൽ ജോലിയുള്ള ആളായിരിക്കും. അപ്പൊ അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് അത്യാവശ്യം ഫെയർ ആണെങ്കിൽ യെസ്, എക്സലന്റ് ആണെങ്കിൽ നോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഡാറ്റാ സെറ്റ് നമുക്ക് കാണിച്ചിരുന്നത്. അപ്പൊ ക്രെഡിറ്റ് റേറ്റിംഗ് ഫെയർ ആണെങ്കിൽ കമ്പ്യൂട്ടർ മേടിച്ചിട്ടില്ല. ഇനി നമ്മളിപ്പോ ഗ്രേറ്റർ ദാൻ 40 ഉള്ള ഈ റോസ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം ഡിസിഷനിലേക്ക് എത്തി. ഇപ്പൊ ഗ്രേറ്റർ ദാൻ 40 ക്രെഡിറ്റ് റേറ്റിംഗ് ഫെയർ ആണെങ്കിൽ യെസ് ആണ്, ഫെയർ ആണെങ്കിൽ യെസ് ആണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ ഫെയർ ആണെങ്കിൽ യെസ് ആണ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഇവിടെ എക്സലന്റ് ആവുമ്പോൾ നോയാണ്. അപ്പൊ നമുക്ക് എന്ത് തീരുമാനിക്കാം? ക്രെഡിറ്റ് റേറ്റിംഗ് ഫെയർ ആണെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം, ക്രെഡിറ്റ് റേറ്റിംഗ് എക്സലന്റ് ആണെങ്കിൽ നോ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിഷൻ ട്രീ മേക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഒന്നുകിൽ നമുക്കൊരു ഈ ഒരു സബ് ട്രീനെ സ്പ്ലിറ്റ് ചെയ്യാം, ഇത് മാത്രം സെലക്ട് ചെയ്യാം. ഇതിനെ നമുക്ക് നമ്മുടെ അനാലിസിസ് പർപ്പസ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസിലി ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫീച്ചർ സെലക്ട് ചെയ്യാൻ ഇഗ്നോർ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇതാണ് ഡിസിഷൻ ട്രീ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏകദേശ രൂപം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇപ്പൊ ഈ ആട്രിബ്യൂട്ട് സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, പക്ഷെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അത് വേറൊരു വീഡിയോയിലുണ്ട്. ആക്ച്വലി അതൊരു കോംപ്ലക്സ് കൺസെപ്റ്റ് ആണ്. അഥവാ എങ്ങനെ ഡിസിഷൻ ട്രീ അൽഗോരിതം വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ പോയി നോക്കണം. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ നമ്മളൊരു ഡിസിഷൻ ട്രീ കറക്റ്റ് മേക്ക് ചെയ്യുന്നു നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. താങ്ക് യു.